അഞ്ചാം സ്ഥലം, ജെറുസലേം വെടിഞ്ഞ് എമ്മാവുസിലേക്ക് തിരിച്ച 2 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ മിശിഹായെ, ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യജീവൻ നൽകുന്നവനുമാകുന്നു. തിരുവചനം. എമ്മാവുസിലേക്കു തിരിച്ചുപോയ ശിഷ്യന്മാരോടൊപ്പം നടന്ന് യേശു അവർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരുടെ മനസ്സ് ജ്വലിച്ചു. ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. രക്ഷകൻ ക്രൂശിൽ മരിച്ചതു കണ്ടു ഭീതിയിലാണ്ടുപോയി ശിഷ്യർ. സിയോൻ വെടിഞ്ഞത എമ്മാവുസിലേക്കു പ്രത്യാശയറ്റു മടങ്ങി ശിഷ്യർ, പ്രത്യാശയറ്റു മടങ്ങി. ലിഖിതങ്ങളോതിയും ഹൃദയം ജ്വലിപ്പിച്ചും കൂടെ നടന്നു നാഥൻ. അപ്പമെടുത്തവൻ ആശീർവദിച്ചു ഭാഗിച്ചു നൽകിയ നേരം നാഥൻ ശിഷ്യർ തൻ കണ്ണു തുറന്നു. അജ്ഞാനമറയിൽ അന്ധരാം ഞങ്ങൾക്കു ജ്ഞാനത്തിൻ കണ്ണു തുറക്കാൻ, മനസ്സു തുറക്കാൻ, ഹൃദയം ജ്വലിക്കാൻ, അങ്ങയെ കണ്ടു വണങ്ങാൻ നാഥ കൃപയരുളീടണമെന്നും. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങ് സഹിച്ച ഘോരമായ പീഡകളും കുരിശുമരണവും ദർശിച്ച് നിരാശരും ഭയചകിതരുമായി ജെറുസലേം വിട്ട് എമ്മാവുസിലേക്ക് തിരിച്ച ശിഷ്യർക്ക് മാർഗമധ്യേ അങ്ങ് പ്രത്യക്ഷപ്പെട്ടുവല്ലോ. ഞങ്ങളും അവരെ പോലെ ആത്മീയ അന്ധത ബാധിച്ച് അങ്ങിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരുമാകുന്നു. മന്ദീഭവിച്ച ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വചനങ്ങളാൽ ജ്വലിപ്പിക്കണമേ. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. നാഥ, ജീവന്റെ അപ്പമേകി ഞങ്ങളുടെ ഉൾക്കണ്ണുകളും തുറക്കണമേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നരുൾ ചെയ്ത നാഥ, ജീവിതവീതിയിൽ ആശയറ്റ് നിരാശിതരായി ഉയരുമ്പോൾ അങ്ങയുടെ കാരുണ്യമാർന്ന സ്നേഹവായ്പോടെ ഞങ്ങളെ കൈപിടിച്ചു നടത്തണമേ. ശിഷ്യത്വത്തിൻ്റെ നിറഞ്ഞ ചൈതന്യത്താൽ സകലരോടും അങ്ങയെ പ്രഘോഷിക്കുവാനും നഷ്ടപ്പെട്ട കുഞ്ഞാടുകളെ അങ്ങിലേക്ക് അടുപ്പിക്കുവാനുമുള്ള വരം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.